പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സലിവ്. റോമർ 12-1 പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവം മനസ്സലിവും കരുണയും ദയയുള്ളവൻ തന്നെ. നീതിമാനായ ദൈവം തന്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവത്തിന് മനസ്സുണ്ട്, മനസ്സലിവുണ്ട്. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്കും മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. അവിടെ യേശു മനസ്സലിഞ്ഞതായി വായിക്കുന്നു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ദൈവം മുൻപാകെ മുട്ടുകുത്തിയാൽ ദൈവത്തിന്റെ മനസ്സലിയും. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ നിരാശരായി മടക്കി അയക്കില്ല. തന്റെ അടുക്കൽ വരുന്നവരെയും അവിടുത്തെ നാമത്തെ ശുശ്രൂഷ ചെയ്യുന്നവരെയും എല്ലാം അനുഗ്രഹിച്ച ഒരു ദൈവം ന്യായമായൊരു തരാമെന്ന് പറഞ്ഞു വിളിച്ച് വേലക്കാക്കിയ ഉടമസ്ഥൻ. 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തും വരുന്നവനെ ഒരുപോലെ കൂലി തരുന്ന നല്ലവനായ ഒരു ഉടമസ്ഥൻ നമുക്കുണ്ട്. തനിക്കുള്ളതിനെ മനസ്സുപോലെ ചെയ്യുവാൻ ന്യായമുള്ളവൻ. നയീൻ പട്ടണത്തിലെ വിധവയെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ ആർക്കും നമ്മെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ഏതവസ്ഥയിലും അവൻ നമ്മോട് മനസ്സലിയും. കരയണ്ട എന്ന് അവൻ പറഞ്ഞിട്ട് മാറി നിൽക്കില്ല. അടുത്ത നിമിഷം നമ്മെ സന്തോഷത്താൽ നൃത്തം ചെയ്യുവാൻ ഇടയാക്കും. മനസ്സിലുള്ള കർത്താവിന്റെ തിരുപാദത്തിൽ നമുക്കായിരിക്കാം. തന്റെ ജനത്തെ അവൻ സന്ദർശിക്കും. ദൈവത്തെ മഹത്വീകരിച്ച് അവന്റെ നാമം നാടെങ്ങും ഘോഷിപ്പാൻ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.